ഇപ്പോൾ പ്രതികളെ എറണാകുളത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി അല്പസമയത്തിനോടകം തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണി എം വർഗീസ് വിധിക്കും. അതിന് മുന്നോടിയായി തന്നെ പ്രതികൾക്ക് എന്ത് പറയാനുണ്ട്, പ്രതികളുടെ ശിക്ഷ ഇളവിൽ എന്തൊക്കെ വാദങ്ങളാണ് അവർക്ക് ഉയർത്താനുള്ളത് എന്ന കാര്യത്തിലുള്ള വാദമായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കാൻ പോവുക. മനീഷ് ഐഷ മാത്യു നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, ഇതെവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് മനീഷിന്റെ വാഹനത്തിൽ നിന്ന് തത്സമയം പ്രേക്ഷകർ കാണുന്നത്? എവിടെ എത്തി മനീഷ് ഈ പ്രതികൾ? ബിനിൽ പോത്ത് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയിലേക്കുള്ള യാത്രയിലാണ്. അതായത് ഗോശ്രീ പാലം കഴിഞ്ഞു. അത് ഗോശ്രീ പാലത്ത് നിന്ന് മറൈൻ ഡ്രൈവിലേക്കുള്ള വഴിയിലൂടെയാണ് നിലവിൽ ഇപ്പോൾ വാഹനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബ്ലോക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ആലുവയിൽ നിന്ന് നേരെ കണ്ടെയ്നർ റോഡ് വഴി ഗോശ്രീയിലേക്കുള്ള കണ്ടെയ്നർ റോഡ് വഴിയാണ് വാഹനം എത്തിയത്. തിരക്ക് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അത്തരത്തിൽ യാത്ര ക്രമീകരിച്ചിരുന്നത്. നിലവിൽ ഇപ്പോൾ പൾസർ സുനി അടങ്ങുന്ന 6 പ്രതികളുമായിട്ടുള്ള വാഹനം മറൈൻ ഡ്രൈവ് റോഡിലൂടെയാണ് എത്തുന്നത്. ഇവിടെ നിന്ന് നേരെ പോയി ഇടതുപക്ഷത്തേക്കായിരിക്കും ഹൈക്കോടതിയിലേക്ക് കടക്കുക. ആ യാത്രയാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിധി എന്തെന്ന്, ക്ഷമിക്കണം, ശിക്ഷ എന്തെന്നുള്ള അറിയാനുള്ള ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും 10:55 തന്നെ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. 11 മണിക്ക് ഈ കേസ് ചേരുമെന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ 10:55 ഇവരെ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ തന്നെ പോലീസ് വാഹനം ഹൈക്കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിയിൽ ഈ ബ്ലോക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ വാഹനം കണ്ടെയ്നർ റോഡ് വഴി ഗോശ്രീ കണ്ടെയ്നർ റോഡ് വഴി എത്തിച്ചത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ പൾസർ സുനി അടക്കമുള്ളവർ ഇരിക്കുന്നത് കാണാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് വാഹനം കണ്ടെയ്നർ റോഡ് കഴിഞ്ഞ് ഗോശ്രീ പാലവും കഴിഞ്ഞ് നിലവിലിപ്പോൾ മറൈൻ ഡ്രൈവ് റോഡിലൂടെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയിലേക്കുള്ള വഴിയിലേക്ക് തിരികാൻ ഇനി ഏകദേശം വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഈ വാഹനം അതായത് ഹൈക്കോടതി റോഡിലേക്ക് തിരിയും. അവിടെ നിന്ന് പ്രതികളെ നേരെ ഹൈക്കോടതിയിലേക്ക് എത്തിക്കുകയാകും ചെയ്യുക. എന്തായാലും ന്യൂസ് മലയാളം ടീമും ഈ വാഹനത്തിന് തൊട്ടൊപ്പം തന്നെയുണ്ട്. പ്രതികളുമായിട്ടുള്ള വാഹനം നിലവിലിപ്പോൾ നേരെ ഹൈക്കോടതിയുടെ ഭാഗത്തേക്ക് തിരിയുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇവിടെ ബ്ലോക്ക് വലിയ രീതിയിലില്ല. പക്ഷേ ഇവർ നേരെ വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബ്ലോക്കിൽ കുടുങ്ങാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്തിട്ടാണ് നിലവിൽ ആലുവയിൽ നിന്ന് കട്ട് ചെയ്ത് അവർ ഈ കണ്ടെയ്നർ റോഡ് വഴി ഇവിടേക്ക് എത്തിയത്. എന്തായാലും ഈ വാഹനം ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി വഴിയിലേക്ക് തിരിയാതെ തന്നെ നേരെ, അതായത് സൗത്ത് ഭാഗത്തേക്ക് നേരെ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് ക്വാർട്ടേഴ്സിലേക്കായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വാഹനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബ്ലോക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അവർ കണ്ടെയ്നർ റോഡ് വഴി കടന്നത്. 36 സെക്കൻഡ് പിന്നിട്ടിരിക്കുകയാണ്. കൃത്യം 11 മണിക്ക് കോടതി ചേരുമ്പോൾ തന്നെ പ്രതികളെ അവിടെ എത്തിക്കാനാകും അല്ലേ? ഇനി കുറച്ചു ദൂരം മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഈ മറൈൻ ഡ്രൈവ് റോഡിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് ഇടതുവശം ചേർന്ന് തിരിയാവുന്നതാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ വാഹനം അതും കഴിഞ്ഞ് മറൈൻ ഡ്രൈവ് ഭാഗത്തോടുകൂടാണ് ഇപ്പോൾ നിലവിൽ സഞ്ചരിച്ചു. മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ്. മറൈൻ ഡ്രൈവിൽ നിന്ന് വളരെ കുറച്ചു സമയം മാത്രമേ ബാക്കിയുള്ളൂ കോടതിയിലേക്ക് എത്താൻ. അപ്പോൾ പൾസർ സുനിയെയും കുട്ടുപ്രതികളെയും കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ വളരെ വേഗത്തിൽ അതിലേക്ക് മടങ്ങി വരാം.